ചലച്ചിത്ര അക്കാദമിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉണ്ടാകുന്ന വിവാദങ്ങളിലേക്കാണ്. തലസ്ഥാന നഗരിയിൽ IFFK വളരെ മനോഹരമായി സമാപിച്ചു. പക്ഷേ അതിനിടെ ചില വിവാദങ്ങൾ തലപൊക്കുന്നത് കണ്ടു. ചെയർമാനെതിരെ വലിയ പടയൊരുക്കം നടക്കുന്നത് കണ്ടു. അതിലേക്കാണ് നമ്മൾ വിശദമായി കടക്കുന്നത്. കേരള ചലച്ചിത്ര അക്കാദമി രൂപീകൃതമായത് 1998-ലാണ്. അതായത് മലയാള സിനിമയുടെ സമഗ്ര വികസനം, സമഗ്ര വളർച്ച ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ അക്കാദമി രൂപീകരിച്ചത്. ഇപ്പോൾ ചലച്ചിത്ര അക്കാദമി ചെയർമാനും സംവിധായകനുമായി രഞ്ജിത്തിനെതിരെ അക്കാദമിയിൽ നിന്ന് തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. അതായത് രഞ്ജിത്തിനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട് കൗൺസിൽ അംഗങ്ങൾ സർക്കാരിന് കത്ത് നൽകിയിരുന്നു. അത് ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായത്. മേള നടക്കുന്നതിനിടയിൽ തന്നെ സമാന്തരമായ ഒരു യോഗം ഈ അംഗങ്ങൾ വിളിച്ചു ചേർക്കുന്നു. ഈ മേള നടക്കുന്നതിനിടെയാണ് ചെയർമാനെതിരെ ഇത്തരത്തിലൊരു വലിയ പരാതിയുമായി സാംസ്കാരിക വകുപ്പിന് മുന്നിലേക്ക് ഈ അംഗങ്ങൾ എത്തുന്നത്. അതായത് ഇന്നലെ ജനറൽ കൗൺസിലെ 9 പേരാണ് സാംസ്കാരിക വകുപ്പ് മന്ത്രിക്കും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറിക്കും രഞ്ജിത്തിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ട ഒരു കത്ത് നൽകുന്നത്. അതായത് മനോജ് ഖാന, N അരുൺ, മമ്മി സെഞ്ചുറി, കുക്കു പരമേശ്വരൻ, പ്രകാശ് ശ്രീധർ, ഷൈബു മുണ്ടക്കൽ, നടൻ ജോബി, സിബി സന്തോഷ് തുടങ്ങിയവരുൾപ്പെട്ട സംഘമാണ് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന് ചെയർമാനെ മാറ്റണമെന്നാവശ്യപ്പെട്ട് കത്ത് നൽകിയത്. അതായത് നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നും ധിക്കാരപരമായും ഏകാധിപത്യപരമായി പെരുമാറുന്നു എന്നാണ് ഈ അംഗങ്ങൾ ഈ രഞ്ജിത്തിനെതിരെ ആരോപിക്കുന്നത്. അത് വലിയ പ്രശ്നമാണ്. അക്കാദമിക്ക് തന്നെ, അക്കാദമിയുടെ പേരിന് തന്നെ അത് ദോഷം ചെയ്യുമെന്നുള്ള വിമർശനങ്ങളാണ് രഞ്ജിത്തിനെതിരെ ഉയരുന്നത്. അപ്പോൾ ഈ വാർത്ത വന്നതിന് പിന്നാലെ തന്നെ രഞ്ജിത്ത് പ്രതികരണവുമായി രംഗത്തെത്തുന്നത് കണ്ടു. കാര്യങ്ങൾ അന്വേഷിക്കട്ടെ, അങ്ങനെ ഒരു പരാതി ഉണ്ടെങ്കിൽ ആ പരാതി അന്വേഷിക്കട്ടെ, കാര്യങ്ങൾ സാംസ്കാരിക മന്ത്രി മനസ്സിലാക്കട്ടെ, അങ്ങനെ ഒരു പരാതി ബോധ്യപ്പെട്ടാൽ താൻ രാജിവെക്കാൻ തയ്യാറാണ്, ചെയർമാൻ സ്ഥാനത്ത് നിന്ന് താൻ ഇറങ്ങിപ്പോകാൻ തയ്യാറാണ് എന്നുള്ള കാര്യമാണ് ഇന്നലെ മാധ്യമങ്ങളോട് രഞ്ജിത്ത് പറഞ്ഞത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നേരെ മറിച്ചായിരുന്നു. താൻ രാജിവെക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നായിരുന്നു അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് പറഞ്ഞത്. ഒരു സമാന്തര യോഗവും നടന്നിട്ടില്ല. കുക്കു പരമേശ്വരനുമായി നല്ല സൗഹൃദമാണ്. ചലച്ചിത്ര അക്കാദമിയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ വിപുലപ്പെടുത്തും, കുക്കു പരമേശ്വരനെ അതിലേക്ക് നിർദ്ദേശിക്കുമെന്നുമാണ് രഞ്ജിത്ത് ഇന്ന് പറഞ്ഞത്. ഇന്ന് പറഞ്ഞ വാക്കുകളിലേക്ക് ഒരു സമാന്തര യോഗവും ഇവിടെ നടന്നിട്ടില്ല. ഈ നടന്നു എന്ന് മാധ്യമങ്ങൾ പറയുന്ന കുറേ പേരുടെ പേരുകളിൽ 3 പേർ ഇതിനകം അക്കാദമിയെ ബന്ധപ്പെട്ട് സെക്രട്ടറി സംസാരിച്ചത്. ഒന്ന് കുക്കു പരമേശ്വരനാണ്, ഒന്ന് സോഹൻ ശ്രീനുലാലാണ്, ഒന്ന് സിബി കെ തോമസ് ആണ്. അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടായിട്ടില്ല. ഓൺലൈനിൽ ഞങ്ങൾ പങ്കെടുത്തിട്ടില്ല. ഞങ്ങൾ അക്കാദമിക്കെതിരെയും ചെയർമാനെതിരെയും ഒരു ചുവട് വെക്കില്ല എന്ന് സെക്രട്ടറിയെ തന്നെയാണ് അവർ വിളിച്ച് ബോധ്യപ്പെടുത്തിയത്. കുക്കു പരമേശ്വരൻ 84 തൊട്ട് എൻ്റെ സുഹൃത്താണ്. കുക്കു ഇതിൻ്റെ ഭാഗമായി ഇപ്രാവശ്യം സജീവമായി നമ്മൾക്കൊപ്പം ഉണ്ടായിരുന്നു. നമ്മുടെ ജനറൽ കൗൺസിൽ മെമ്പറായിട്ടുള്ള നിങ്ങൾക്കറിയാം അഞ്ജലി മേനോൻ, അവർ താമസിപ്പോൾ ദുബായിലാണ്. അവർക്കൊരു ഫിസിക്കൽ പ്രസൻസ് ഇവിടെ സാധ്യമാവുന്നില്ല. അതിൻ്റെ ഒരു ഖേദമുണ്ട്. അവർ ചോദിച്ചു ഞാനൊന്ന് മാറി നിന്നാലും എല്ലാം ഞാൻ അറിയുന്നുണ്ട്, ഞാൻ കൂടെ ഉണ്ട്. സൂം മീറ്റിങ്ങുകളിലാണ് ഇപ്പോൾ അഞ്ജലി നമുക്ക് കിട്ടുന്നത്. അപ്പം നമ്മൾ ഈ സർക്കാരിന് കൊടുക്കുന്ന നിർദ്ദേശം ജനറൽ കൗൺസിലല്ല, എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് നമ്മൾ ശ്രീമതി കുക്കു പരമേശ്വരനെ നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല, കുക്കു പരമേശ്വരനുമായി ഒരു പ്രശ്നവുമില്ല, രാജിവെക്കേണ്ട യാതൊരു സാഹചര്യവും നിലവിലില്ല എന്നായിരുന്നു ഇന്ന് സംവിധായകനും അക്കാദമി ചെയർമാനുമായി രഞ്ജിത്തിന്റെ പ്രതികരണം. അപ്പോൾ ഈ രഞ്ജിത്ത് മാധ്യമങ്ങളെ കണ്ടതിന് തൊട്ടു പിന്നാലെ ഇന്നലെ സമാന്തര യോഗം ചേർന്ന അംഗങ്ങൾ മാധ്യമങ്ങളെ കാണുകയാണ്. അവർ പറയുന്നത് രഞ്ജിത്തിനെതിരെ വലിയ പ്രതിഷേധത്തോടെയാണ് ഇത് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചത്. രഞ്ജിത്ത് കഴിഞ്ഞ ദിവസം രഞ്ജിത്തിനെതിരെ സമാന്തര യോഗം ചേർന്ന N അരുൺ, മനോജ് ഖാന എന്നിവരടക്കമുള്ള അംഗങ്ങളാണ് ഇന്ന് പരസ്യ പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത്. അതായത് അവർ പറഞ്ഞത്, രഞ്ജിത്ത് പറയുന്നത് ശുദ്ധ കള്ളത്തരമാണ്, മീറ്റിംഗ് കൂടിയെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടില്ല, ഇത് വരിക്കാശ്ശേരി മനയല്ല ചലച്ചിത്ര അക്കാദമിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാധ്യമങ്ങളോട് മനോജ് ഖാന പറഞ്ഞത് രഞ്ജിത്ത് നടത്തുന്ന വില കുറഞ്ഞ അഭിപ്രായ പ്രകടനങ്ങൾക്കെല്ലാം തങ്ങൾ കൂടിയാണ് സമാധാനം പറയേണ്ടത്. അത് രഞ്ജിത്ത് ഈ മേള നടക്കുന്നതിനിടെ ചില മാധ്യമങ്ങൾക്ക് അഭിമുഖം നൽകിയിരുന്നു. അപ്പോൾ ഈ അഭിമുഖത്തിൽ പറഞ്ഞ പല കാര്യങ്ങളോടും ഈ അക്കാദമിയിലുള്ള മറ്റംഗങ്ങൾക്ക് വലിയ തരത്തിലുള്ള വിയോജിപ്പുകളുണ്ട്. അത് പലതരത്തിലുള്ള വിവാദങ്ങൾക്കിടയാകുകയും ചെയ്തിരുന്നു. അതാണ് ഇപ്പോൾ ഈ പ്രശ്നം ഇതിൻ്റെ ഏറ്റവും രൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് എത്താൻ വന്ന പ്രധാനപ്പെട്ട കാരണമാണ്. അതിൽ പല ആളുകളെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. മുഖ്യധാര സിനിമകളെക്കുറിച്ച് പറയുന്നുണ്ട്. അതേപോലെ ഈ ഡോക്ടർ ബിജുവിനെതിരെയൊക്കെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അപ്പോൾ അത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, ഈ ആള് കയറുന്ന സിനിമയാണ് സിനിമ, അല്ലാത്ത സിനിമയൊക്കെ എന്ത് സിനിമ
എന്നുള്ള തരത്തിലുള്ള പ്രസ്താവനയൊക്കെ രഞ്ജിത്ത് നടത്താനിടയായി. അത് വലിയ പ്രതിഷേധങ്ങൾക്ക്, വലിയ ചർച്ചകൾക്കൊക്കെ വഴിവെച്ചു. അപ്പോൾ ഈ അക്കാദമിയുടെ ഉദ്ദേശം എന്താണ്, അക്കാദമി നിലകൊള്ളുന്നത് തന്നെ എന്തിനാണ് എന്നുള്ള ഒരു വിഷയം അവിടെയുണ്ട്. അപ്പോൾ ഈ അക്കാദമിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് പോലും വിഘാതമാകുന്ന തരത്തിലുള്ള അഭിപ്രായ പ്രകടനമാണ് രഞ്ജിത്ത് ഈ അഭിമുഖങ്ങളിലൊക്കെ നൽകിയത്. അതുകൊണ്ട് തന്നെ വലിയ വിമർശനങ്ങൾ അക്കാര്യത്തിൽ ഉയർന്നു വന്നു. സ്വയം തിരുത്താൻ രഞ്ജിത്ത് തയ്യാറായില്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ മാറ്റണമെന്ന സമാന്തര യോഗം ചേർന്ന അക്കാദമി അംഗങ്ങൾ ഇന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ നിന്ന് പ്രതികരിച്ചു. ചെയർമാൻ അക്കാദമിക്കും സർക്കാരിനും അപമാനം ഉണ്ടാക്കുകയാണ്, രഞ്ജിത്തിൻ്റേത് മാടമ്പിത്തരമാണെന്നും അംഗങ്ങൾ കുറ്റപ്പെടുത്തി. അവരുടെ വാക്കുകളിലേക്ക്. ചലച്ചിത്ര അക്കാദമി ചെയർമാനുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്കുള്ള ചില പരാതികൾ ഞങ്ങൾ അക്കാദമിയിലെ കുറച്ച് അംഗങ്ങൾ ചേർന്ന് ഇന്നലെ നൽകിയിരുന്നു. അത് ഒളിവിലൊന്നുമല്ല, ചെയർമാൻ്റെ മുറിക്ക് തൊട്ടടുത്തുള്ള മുറിയിൽ തന്നെയാണ് ഞങ്ങൾ ഇരുന്നത്. ഞങ്ങൾ അഭിപ്രായം രേഖപ്പെടുത്തിയത്, ഞങ്ങൾ നൽകിയത്. ആ വിഷയം ഇന്നും നിലനിൽക്കുന്നുണ്ട്. ആ വിഷയത്തിൽ പരിഹാരം കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തോ ഒരു ഏകാധിപതി എന്ന രീതിയിലാണ്, ഇതിൻ്റെ എല്ലാം പരിപൂർണ നിയന്ത്രണം തൻ്റെ കയ്യിലാണെന്ന രീതിയിലാണ് അദ്ദേഹം പറയുകയൊക്കെ ചെയ്യുന്നത്. അക്കാദമി വിപുലപ്പെടുത്തും, അക്കാദമിയിലേക്ക് പുതിയ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ കൊണ്ടുവരും. ഇതൊന്നും തീരുമാനിക്കുന്നത് ചെയർമാനല്ല, ഇതൊക്കെ തീരുമാനിക്കാനുള്ള അതോറിറ്റിയും ചെയർമാനല്ല. അത്തരത്തിൽ അബദ്ധജടിലമായ കുറേ ചിന്താഗതിയുമായിട്ട് നടക്കുകയാണ് ഈ ചെയർമാൻ. ഈ അക്കാദമിയുടെ ചെയർമാൻ പൊസിഷനിൽ ഇരുന്നുകൊണ്ട് അക്കാദമിയെ തന്നെ എന്താ പറയുക അവഹേളിക്കുന്ന സംസാരമാണ് അദ്ദേഹം നടത്തിയത്. നമ്മൾ പല രീതിയിൽ ഈ പ്രശ്നങ്ങളെ രമ്യമായി പരിഹരിക്കാനും അദ്ദേഹത്തിൻ്റെ തെറ്റുകൾ തിരുത്താനും സൗഹാർദ്ദപൂർവ്വം ശ്രമിച്ചിട്ടുണ്ട്. അതൊന്നും നടന്നിട്ടില്ല. ഇപ്പോഴും ഇതന്നെയാണ് തുടരുന്നത്. പിന്നെ ആർട്ടിസ്റ്റുകളെ വളരെ മോശമായ രീതിയിൽ, മ്ലേച്ഛമായ രീതിയിൽ അവഹേളിക്കുക, ഇതെല്ലാം എന്താ വരിക്കാശ്ശേരി മനയിലെ ലൊക്കേഷനല്ല, ഇത് ചലച്ചിത്ര അക്കാദമിയാണ്. ആ ധാരണ പോലും അദ്ദേഹത്തിനില്ല. ഇപ്പം ഇതിൽ പറഞ്ഞിട്ടുള്ള 2-3 കാര്യങ്ങൾ, കുക്കു പരമേശ്വരൻ, ഇവരുടെ സൗഹൃദം അതൊക്കെ ഉണ്ടാവാം. ഇത് സൗഹൃദത്തിൻ്റെ ഒരു വേദിയല്ല, ഇത് അക്കാദമിയാണ്, ചലച്ചിത്ര അക്കാദമിയാണ്. അവർക്ക് പരാതിയില്ല, അവർ മീറ്റിങ്ങിൽ പങ്കെടുത്തില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അവരെ വിളിച്ചു, അവർ സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. അവരങ്ങനെ വിളിച്ചിട്ടേ ഇല്ല. ശുദ്ധ കള്ളത്തരമാണ് അദ്ദേഹം പറഞ്ഞത്. പിന്നെ അതുപോലെ നമ്മൾ മീറ്റിംഗ് കൂടിയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. നമ്മൾ ഉള്ളവർ കൂടി ആലോചിച്ച് നമ്മൾ തീരുമാനമെടുത്തു. ആ തീരുമാനം നമ്മൾ ഗവൺമെൻറ്റിനെ അറിയിച്ചു, അല്ലാതെ നമ്മളൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ ഇതിൽ എന്താ പറയുക 2-3 ഇതിൽ എക്സിക്യൂട്ടീവിലേക്ക് എടുത്തു. അങ്ങനെ ഇതിന് കൃത്യമായ ബൈലോ ഉണ്ട്. ഇതാരും ഒരാൾക്ക് തീരുമാനിക്കാൻ പറ്റുന്നതല്ല. പിന്നെ ഇയാൾ ഈ പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ തൊട്ട് മുന്നേ വരെ നമ്മളവിടെയുണ്ട്, അതേ കേബിലുണ്ട്. ഒന്ന് ഞങ്ങളെ വിളിക്കാനോ എന്താണ് പ്രശ്നമെന്നോ അല്ലെങ്കിൽ ഇതിങ്ങനെ തീർക്കണമെന്നോ എന്നൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ധിക്കാരപരമായ നടപടിയും ഈ രീതിയിലുള്ള കള്ളത്തരങ്ങളും ആണ് പറയുന്നത്. ഇത് അക്കാദമിക്ക് ഭൂഷണമല്ല. അക്കാദമി ചെയർമാന്റെ പ്രവർത്തനങ്ങൾ ഒന്നും ഭൂഷണമല്ല എന്നാണ് ഈ അംഗങ്ങൾ പറയുന്നത്. അത് മാത്രമല്ല, ഈ പ്രതിഷേധങ്ങളിൽ കാര്യമില്ലെന്നായിരുന്നു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഇന്ന് നടത്തിയ പ്രതികരണം. അത് രഞ്ജിത്തിനെതിരെ പുറത്തുനിന്ന് ഈ ചലച്ചിത്രമേളയുടെ സംഘാടനവുമായി ബന്ധപ്പെട്ട, സിനിമകളുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ ധാരാളം ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. പക്ഷേ അപ്പോഴും ആ പരാതികളൊക്കെ പുറത്തുനിന്നായിരുന്നു. പക്ഷേ ഈ മേള നടക്കുന്നതിനിടയിൽ ഈ അക്കാദമി അംഗങ്ങളിൽ നിന്ന് തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ചെയർമാനെ മാറ്റണമെന്ന് ആവശ്യപ്പെട്ടു വരുമ്പോൾ അത് വലിയ ഗൗരവം അർഹിക്കുന്ന പരാതി തന്നെയാണ്. അപ്പോൾ ഈ പ്രതിഷേധങ്ങളിലൊന്നും കാര്യമില്ലെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എന്ന് പറഞ്ഞത്. സ്വാഭാവികമായി പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളാണ് നിലവിലുള്ളതെന്നും ഗോവിന്ദൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. ഞാനിപ്പോൾ ചെയർമാൻ പറഞ്ഞ ഓരോ പദവും അടിസ്ഥാനപ്പെടുത്തിയിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറഞ്ഞത് ചലച്ചിത്രോത്സവം അതിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനപങ്കാളിത്തത്തോടു കൂടിയും ഫലപ്രദമായ ഇടപെടലോടും കൂടി സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിൽ ചില കാര്യങ്ങൾ നിങ്ങൾ പറയുന്നത് പോലെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ മുന്നോട്ടുള്ള യാത്രയിൽ അതിനെല്ലാം നല്ല രീതിയിൽ കൈകാര്യം ചെയ്ത് പോകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇത്രയും കാര്യം ചെയ്യാൻ സാധിക്കുന്ന ആ സംവിധാനത്തിന് ഇനിയും നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കാം. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്ത് മാറേണ്ടി വരുമോ, രഞ്ജിത്തിനെ മാറ്റുമോ, സർക്കാർ ഇതിൽ എന്ത് സമീപനമായിരിക്കാം സ്വീകരിക്കാൻ പോകുന്നത് എന്നടക്കം നമുക്ക് അറിയാം. സേഫ് സൈലാബ്ദീൻ വിശദീകരിക്കും. ചലച്ചിത്ര അക്കാദമി ചെയർമാനായ രഞ്ജിത്തുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അത് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചില അഭിമുഖങ്ങൾ അത് ആദ്യമായിട്ടല്ല വിവാദമാകുന്നത്.
പല സമയങ്ങളിലും മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം കൈവിട്ട് സംസാരിക്കുന്നു എന്ന വിമർശനം പല കോണുകളിൽ നിന്ന് ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് മുന്നോടിയായി തന്നെ സമാനമായ ഒരു അഭിമുഖം ഒരു മാധ്യമത്തിന് നൽകുകയും അത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രയോഗിക്കുന്ന ഭാഷകളിലാണ് അദ്ദേഹത്തിന് പ്രശ്നമുള്ളത് എന്നുള്ളതാണ് പൊതുവിമർശനമായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ സമീപകാലത്തൊന്നും കണ്ടിട്ടില്ലാത്ത തരത്തിലാണ് ചലച്ചിത്ര അക്കാദമിയിൽ ഒരു കലാപം എന്ന് പറയുന്ന തരത്തിൽ ചില സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ചലച്ചിത്ര അക്കാദമി കൗൺസിൽ 15 പേരാണുള്ളത്. അതിൽ 9 പേർ ഇന്നലെ യോഗം ചേർന്നുകൊണ്ട് രഞ്ജിത്തിൻ്റെ രാജി ആവശ്യപ്പെടുകയാണ് ചെയ്തത്. അത് കുക്കു പരമേശ്വരൻ, മമ്മി സെഞ്ചുറി, മനോജ് ഖാന അടക്കമുള്ളവർ യോഗം ചേർന്നുകൊണ്ടാണ് രഞ്ജിത്ത് ഏകപക്ഷീയമായി തീരുമാനങ്ങൾ എടുക്കുന്നു, സംസാരിക്കുമ്പോൾ അതിനകത്തൊരു കൃത്യത വരുത്തുന്നില്ല, തനിയെ തീരുമാനങ്ങളെടുത്ത് നടപ്പാക്കുകയാണ് ചെയ്യുന്നത്, മറ്റുള്ളവർ വിശ്വാസത്തിലെടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അവരുടെ പരാതിയായി നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അതാണ് ഈ വിവാദത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് അവർ യോഗം ചേരുകയും പിന്നീട് മാറ്റണമെന്നാവശ്യപ്പെട്ട് സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാന് അക്കാദമിയിലെ ഈ 9 അംഗങ്ങൾ ഒരു കത്ത് നൽകുകയും ചെയ്തിട്ടുള്ളത്. എന്നാൽ ആ കത്ത് സംസ്ഥാന സർക്കാർ ഗൗരവ സ്വഭാവത്തിൽ പരിഗണിക്കുമോ എന്ന് ചോദിച്ചാൽ ഗൗരവ സ്വഭാവത്തിൽ പരിഗണിക്കാനുള്ള സാധ്യത കുറവാണ്. ഇന്നിപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ട് ഈ എതിർവിഭാഗം, ഒരു സമാന്തര യോഗം ചേർന്ന എതിർവിഭാഗം രഞ്ജിത്ത് മാടമ്പിത്തരമാണ് കാണിക്കുന്നതെന്ന വിമർശനമടക്കം ഉന്നയിച്ചിട്ടുണ്ട്. അത് പരസ്യമായ വിമർശനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. പക്ഷേ സർക്കാർ രഞ്ജിത്തിനെ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റാനുള്ള സാധ്യതയില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. രഞ്ജിത്ത് സാധാരണഗതിയിൽ 3 വർഷമാണ് അക്കാദമി ചെയർമാൻ്റെ കാലാവധി ഉള്ളത്. ആ 3 വർഷം തീരാൻ സമയമുണ്ട്. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 3 വർഷമായിരുന്നു. പിന്നീട് കമലിന് അത് നീട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്തു. രഞ്ജിത്തിന് താല്പര്യമുണ്ടെങ്കിൽ നീട്ടിക്കൊടുക്കാം എന്ന നിലയിലേക്ക് സംസ്ഥാന സർക്കാർ കാര്യങ്ങൾ നീക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നേതാക്കന്മാരോട് അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോട് സംസാരിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ വാർത്താ സമ്മേളനത്തിലും രഞ്ജിത്തിനെ പൂർണ്ണമായി പിന്തുണച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. ഒരു സ്വാഭാവിക പ്രതിഷേധമാണ്, അതിനകത്ത് മറ്റേതെങ്കിലും തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ കാണേണ്ടതില്ല എന്നാണ് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത്. ആ വാചകത്തിൽ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഉണ്ട്. പ്രതിഷേധമുണ്ടായാലും രഞ്ജിത്തിനെ മാറ്റാൻ വേണ്ടി അവർ ആലോചിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രതിഷേധം സ്വാഭാവികമായിട്ടുണ്ടാവുന്ന പ്രതിഷേധമാണ്. അത് ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്ന നിലപാടിലേക്കാണ് സംസ്ഥാന സർക്കാർ എത്തിച്ചേർന്നിരിക്കുന്നത്. 23-ന് നവകേരള സദസ്സ് അവസാനിക്കും. 23-ന് നവകേരള സദസ്സ് അവസാനിച്ചതിന് ശേഷം അക്കാദമിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇരു കൂട്ടരെയും, വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള ഇരു കൂട്ടരെയും ഇരുത്തി ചർച്ച ചെയ്ത് പരിഹരിക്കാം എന്ന ആലോചനയിലാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. അങ്ങനെ പ്രശ്നപരിഹാരത്തിലേക്ക് നീങ്ങും. എന്തായാലും അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് രഞ്ജിത്തിനെ സംസ്ഥാന സർക്കാർ മാറ്റില്ല എന്നുള്ളതാണ് വസ്തുത. നവകേരള സദസ്സ് കഴിഞ്ഞിട്ടായിരിക്കും സാംസ്കാരിക വകുപ്പ് മന്ത്രി വിഷയത്തിൽ ഇടപെടുക. സർക്കാർ ഇതിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നുള്ളത് നിർണായകമാണ്. കാത്തിരിക്കാം.